ചെയ്തത് ഇന്ത്യൻ കൾച്ചറിൽ അതേപോലെ ഇന്ത്യൻ ഫിലോസഫിയിലുള്ള വാല്യൂസിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. എങ്ങനെയാണ് ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫി നമ്മുടെ വാല്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് എന്നായിരുന്നു കഴിഞ്ഞ 2 യൂണിറ്റുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു വൈവിധ്യത്തിന്റെ ഒരു കോണ്ടക്സ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ വാല്യൂസിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഏതൊക്കെ വാല്യൂസ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാവരും ഒരേ രീതിയിലുള്ള ഡ്രസ്സുകളാണ് ധരിക്കുന്നത് എങ്കിൽ, എല്ലാവരും ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത് എങ്കിൽ, എല്ലാവരും ഒരേ രീതിയിലുള്ള ഭക്ഷണക്രമമാണ് പിന്തുടരുന്നത് എങ്കിൽ നമ്മുടെ ജീവിതം ഒരു ഒരേ രീതിയിലുള്ള ഒരു മൊണോട്ടോണസ് ആയിട്ടുള്ള ഒരു മാറ്റവും ഇല്ലാത്ത ഒരേ രീതിയിലുള്ള ഒരു ഒന്നായി പോകുമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിനൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ വൈവിധ്യമായ രീതിയിലുള്ള ഒരു കൾച്ചറാണ് ഇന്ത്യക്കുള്ളത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, വസ്ത്രത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, ആചാരങ്ങളിലായിക്കോട്ടെ, ഭാഷകളിലായിക്കോട്ടെ, സാഹിത്യങ്ങളിലായിക്കോട്ടെ, നമ്മുടെ ഉത്സവങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങളിലായിക്കോട്ടെ, സംഗീതവും നമ്മുടെ ആർട്ട്, കല, അതേപോലെ നൃത്തരൂപങ്ങളായിക്കോട്ടെ, എല്ലാറ്റിലും വളരെയധികം വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ് നമ്മുടെ നാട്. അപ്പോ ഈ രീതിയിൽ ഇത്രമാത്രം മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്രയോ പതിന്മടങ്ങ് കൂടുതലായിക്കൊണ്ട് ഈ രീതിയിലൊരു വൈവിധ്യം ഉണ്ടായിത്തീരാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയിൽ ചരിത്രപരമായിട്ടുണ്ടായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുണ്ടായ സാംസ്കാരികപരമായിട്ടുണ്ടായ ഒരുപാട് സ്വാധീനങ്ങൾ കാരണമായിരുന്നു ഇതുണ്ടായത്. നമുക്കറിയാം, ഇന്ത്യയിലെ കൾച്ചറിന്, ഇന്ത്യൻ സംസ്കാരത്തിന് ഏകദേശം 5000-ത്തിലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്, അല്ലെങ്കിൽ 5000 വർഷങ്ങളോളമുള്ള കഥകൾ പറയാനുണ്ട്. ഏതായാലും നമ്മുടെ കുട്ടികൾക്ക് ഈ വൈവിധ്യത്തെ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് സ്കൂളുകളാണ്. അപ്പൊ സ്കൂളുകൾ ഈ വൈവിധ്യങ്ങളെ സഹിഷ്ണുതാപരമായിട്ട് കുട്ടികൾ സമീപിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് ഓരോന്നിനെയും കൃത്യമായിട്ട് ബഹുമാനിക്കാനും അതേസമയം വ്യത്യസ്തതകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഒന്നിച്ച് ഒരുമയോടെ മുന്നേറാനും സ്കൂളുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമ്മുടെ വൈവിധ്യങ്ങൾ ആഘോഷിക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള മൂല്യങ്ങൾ കൈമാറാൻ രീതിയിൽ നമ്മുടെ സിലബസുകൾ എന്ത് ചെയ്യപ്പെടണം, പ്രാപ്തമാവണം, അതിനെ ആ രീതിയിൽ സജ്ജീകരിക്കപ്പെടണം. അപ്പൊ നമ്മുടെ ഈ യൂണിറ്റ് തുടങ്ങുകയാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ, ഇന്ത്യയിലെ നാഗരികത, സിവിലൈസേഷൻ, അതേപോലെ തന്നെ ഇന്ത്യയിലെ സംസ്കാരം, ഇന്ത്യൻ കൾച്ചർ ഏതൊക്കെ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ മൂല്യങ്ങളെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അത് നമുക്ക് ഏതൊക്കെ മൂല്യങ്ങളാണ് നമ്മളോട് ഇത് പറഞ്ഞു തരുന്നത് എന്നാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്. ഈ മധ്യകാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടായി ഇല്ലെ? ഭാഷയുടെ കാര്യത്തിലായാലും, നൃത്തരൂപങ്ങളുടെ കാര്യത്തിലായാലും, മതങ്ങളുടെ കാര്യത്തിലായാലും, ആചാരങ്ങളിലും ജനങ്ങളിലും ഉത്സവങ്ങളിലും കാര്യത്തിലായാലും മിഡീവൽ പീരീഡിന് ശേഷം ഇന്ത്യയിൽ വളരെ വ്യത്യസ്തതകൾ എന്ത് ചെയ്തു, കടന്നു വന്നു, അല്ലെങ്കിൽ വൈവിധ്യങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള കൾച്ചർ, അതേപോലെ തന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സാംസ്കാരികപരമായ സ്വത്വമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രമാത്രം വൈവിധ്യങ്ങൾ ഉണ്ടായിട്ട് കൂടി ഇന്ത്യൻ ജനത എപ്പോഴും ഒരുമിച്ച് നിന്നതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മഹത്തരമായ രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറുകയും ചെയ്തത്. നമുക്കറിയാം, 5000 വർഷം പഴക്കമുള്ള ഒരു നാഗരികതയാണ് ഇന്ത്യക്കുള്ളത്. അപ്പോ ഈ ഒരു നാഗരികത രൂപപ്പെടുത്തിയത്, അപ്പൊ ഇന്ത്യയിലെ ഈ ഒരു ഇത്രമാത്രം പഴക്കമുള്ള നാഗരികത രൂപപ്പെടുത്തിയത് വെറും ഇന്ത്യക്കാർ മാത്രമായിരുന്നില്ല. ഇന്ത്യയിലേക്ക് പുറത്തുനിന്ന് കുടിയേറി പാർത്ത ആളുകൾ കൂടി ചേർന്നിട്ടാണ് ഇന്ത്യയുടെ നാഗരികതക്ക് രൂപം കൊണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഗരികത രൂപം പ്രാപിച്ചത്. പിന്നീട് ഈ പുറത്തുനിന്ന് കടന്നു വന്ന അറബികളായിക്കോട്ടെ, മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന ആൾക്കാരായിക്കോട്ടെ, അവരൊക്കെ പിന്നീട് എന്ത് ചെയ്തു, ഇന്ത്യൻ ജീവിത രീതി സ്വീകരിക്കുകയും ഇന്ത്യക്കാരായി മാറുകയും ചെയ്തു. ഏതായാലും നമ്മൾ ഈ ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതില് ഇന്ത്യൻ സംഗീത പാരമ്പര്യം വരുന്നു, അതിൽ ഇന്ത്യയിലെ നൃത്ത പാരമ്പര്യം, അതേപോലെ ഇന്ത്യയിലെ ഭക്ഷണ പാരമ്പര്യം, ഇന്ത്യയിലെ വസ്ത്ര പാരമ്പര്യം, അതേപോലെ ഇന്ത്യയുടെ ആഘോഷങ്ങളൊക്കെ ഉൾപ്പെട്ടതാണ് ഇന്ത്യയുടെ കൾച്ചർ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഏതായാലും ബൊണെ മൈസൺ എന്നൊക്കെ പറയുന്ന അക്കാഡമീഷ്യൻ അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകളൊക്കെ പറയുന്നത്
ഒരു വ്യത്യസ്ത രീതിയിലുള്ള കൾച്ചറുകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ ചേർന്നിട്ടാണ് ഒരു നാഗരികത, ഒരു സിവിലൈസേഷൻ രൂപപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ നാഗരികത രൂപപ്പെട്ടത് ഇത്തരത്തിലുള്ള പല കൾച്ചേഴ്സുകൾ ചേർന്നാണ് നമുക്ക് കാണാൻ കഴിയും. അതില് ഹാരപ്പൻ സംസ്കാരം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വേദിക് ആര്യൻസിന്റെ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുഷാൻസിന്റെയും സാഗാസിന്റെയും ഗ്രീക്കുകാരുടെയും തുർക്കികളുടെയും അഫ്ഗാനികളുടെയും ഡൽഹി സുൽത്താനത്തിന്റെയും മുഗളന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ സ്വാധീനം ചേർന്നിട്ടാണ് നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ നാഗരികത രൂപം പ്രാപിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഗരികത രൂപം കൊണ്ടത് എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സംസ്കാരത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലൈസേഷനെ സ്വാധീനിച്ച മറ്റ് പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റുകളും. ഇന്ത്യയിലേക്ക് കടന്നു വന്ന സന്യാസിമാര്, മുനിമാര്, അല്ലെങ്കിൽ മറ്റേ സൂഫി വര്യന്മാര്, ഋഷിവര്യന്മാരൊക്കെ ഇന്ത്യയുടെ സംസ്കാരത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ഓരോരോ ഇത്തരത്തിൽ പുറമേ നിന്ന് കടന്നു വന്ന ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വന്ന ആളുകൾ ഇന്ത്യയിലേക്ക് സംഭാവന ചെയ്ത നമ്മുടെ സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ, നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായി തീർന്ന ചില കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് ആർട്ട് സ്കൂളാണ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് കുഷാനാസ് ആയിരുന്നു. കനിഷ്ക കിങ്ഡമിന്റെ കീഴിലുണ്ടായിരുന്ന കുഷാനാസ് ആയിരുന്നു. ആ ഒരു കൂട്ടം ആളുകളായിരുന്നു ഇന്ത്യയിലേക്ക് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അത് സ്ഥാപിച്ചത്. ഇത് ഈ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധിസത്തിന്റെ വ്യത്യസ്തമായ കഥകൾ അല്ലെങ്കിൽ ബുദ്ധിസത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു ഗ്രീക്ക് ആർട്ടിസ്റ്റിക് സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കാനായിരുന്നു ഇത്തരത്തിൽ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് വ്യവസ്ഥ സ്ഥാപിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇവിടേക്ക് കടന്നു വന്നത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയ പ്രധാനപ്പെട്ട മറ്റൊരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. 8-ാം നൂറ്റാണ്ട്, ഏകദേശം ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ട് കൂടിയാണ് അറബികൾ വഴി ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നെത്തിച്ചേരുന്നത്. പിന്നീട് ഇതെന്തായി മാറി, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതമായി മാറുകയും ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രഭാഷ അല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായിട്ടുള്ള ഹിന്ദി സംസ്കൃതത്തിൽ നിന്നായിരുന്നു ഉരുത്തിരിഞ്ഞുണ്ടായത്. ദേവനാഗിരി ലിപിയിൽ എഴുതിയിരുന്ന സംസ്കൃതത്തിൽ നിന്നായിരുന്നു ഹിന്ദി പിന്നീട് എന്ത് ചെയ്തത്, രൂപം കൊണ്ടുവന്നത്. അത് 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യൻസ് ആയിരുന്നു ഈ നാഗരി ലിപിയൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്ക് കാണാം. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണല്ലോ ഉറുദു. ഈ ഉറുദുവും മറ്റേ പുറത്തുനിന്ന് വന്നതായിരുന്നു. പേർഷ്യൻ ലാംഗ്വേജ് അല്ലെ, പാരസി ഭാഷയിൽ നിന്നായിരുന്നു മുഗളൻസ് ഒക്കെ കൊണ്ടുവന്ന പാരസി ലാംഗ്വേജിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ടായിരുന്നു ഉറുദു പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ രൂപപ്പെട്ടത്, ഉയർന്നു വന്നത്. അതേപോലെ തന്നെ ക്രിസ്ത്യൻസ്, അതും ഒരു വൈദേശിക മതമാണ്. ഇന്ത്യയിൽ ഉത്ഭവിച്ച മതമല്ലല്ലോ ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്ന ക്രിസ്ത്യൻ പുരോഹിതന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ അവരും അവരുടെ ഭാഗത്തുള്ളതായിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്ത ആളുകൾ ചേർന്നുണ്ടാക്കിയെടുത്ത ഒന്നായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അപ്പൊ പ്ലൂരാലിറ്റി ഓഫ് ഐഡന്റിറ്റീസ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ കൾച്ചറിന്റെ പ്രത്യേകത പറഞ്ഞു, സിവിലൈസേഷന്റെ പ്രത്യേകത ഒക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഇന്ത്യക്കാരനായ ഒരു വ്യക്തിക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഐഡന്റിറ്റി ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാഷ നോക്കുമ്പോൾ ഇയാൾക്കൊരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കും, അയാളുടെ മതം നോക്കുമ്പോൾ അയാൾക്ക് മറ്റൊരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കും, അയാളുടെ ഗോത്രങ്ങൾ നോക്കുമ്പോൾ അയാൾക്ക് മറ്റൊരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കും. ഈ രീതിയിൽ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് പ്ലൂരാലിറ്റി ഓഫ് ഐഡന്റിറ്റീസ്. ഇന്ത്യയിൽ എന്തുണ്ട്, വൈവിധ്യങ്ങളായിട്ടുള്ള സ്വത്വങ്ങൾ ഉണ്ട് എന്നത് ഇന്ത്യയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമുക്കറിയാം, അപ്പൊ ഈ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യപൂർണമായൊരു സമൂഹത്തെക്കുറിച്ച്, ഇന്ത്യയിലുള്ള സമൂഹത്തെക്കുറിച്ച് അവർ കൃത്യമായി മനസ്സിലാക്കുക എന്നത് വളരെ ആവശ്യകതയാണ്, അല്ലെങ്കിൽ വളരെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വെക്കുന്ന എന്താ വെച്ചാൽ, നമുക്ക് ഒരു വ്യക്തി ഒരിക്കലും ഒരു ഭാഗത്തു നിന്ന് മാത്രം അയാളെ ഒരിക്കലും നിർവചിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് പറയാനോ കഴിയില്ല. അയാളുടെ ഭാഷ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഒരാളെ നമുക്ക് വിശദീകരിക്കാൻ, അയാളെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ അയാളുടെ മതം മാത്രം നോക്കിയിട്ട്, അല്ലെങ്കിൽ അയാൾ കഴിക്കുന്ന ഭക്ഷണം മാത്രം നോക്കിയിട്ട് ഒരാളെ വിലയിരുത്താൻ നമുക്ക് കഴിയില്ല. കാരണം എന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യക്കാരായ ഓരോ വ്യക്തിക്കും വൈവിധ്യങ്ങളായിട്ടുള്ള ഐഡന്റിറ്റികൾ, അല്ലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വത്വങ്ങളുള്ളവരായിരിക്കും
നമ്മുടെ ഇന്ത്യയിലെ ഓരോ വ്യക്തികളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരേ സമയം വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളുടെ വ്യത്യസ്തങ്ങളായ സംഘത്തിന്റെ ഭാഗമായിരിക്കും ഇല്ലേ. അവർക്ക് ഉദാഹരണത്തിന് അവരുടെ ഭാഷ നോക്കിയാൽ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കും, മതം നോക്കിയാൽ മറ്റൊരു ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കും, അവരുടെ വസ്ത്രരീതി പരിഗണിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കും എന്നർത്ഥം. അപ്പൊ ഏതായാലും ഇത്തരത്തിൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്തങ്ങളായ ഐഡന്റിറ്റി ഉണ്ടാവുന്നതോടൊപ്പം തന്നെ അതിന് പുറമെ തന്നെ പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ വ്യക്തികളും ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ വാല്യൂസ് അതെന്ത് ചെയ്യുന്നു, ഒരുമിച്ച് പങ്കിട്ടെടുക്കുന്നുണ്ട് അല്ലെ. ഓണസ്റ്റി പോലെയുള്ള അല്ലെ, സത്യസന്ധത പോലെയുള്ള, അല്ലെങ്കിൽ കരുണ കാണിക്കുക പോലെയുള്ള, അല്ലെങ്കിൽ നിസ്വാർത്ഥത പോലെയുള്ള കാര്യങ്ങളിൽ എല്ലാവരും തുല്യരായിട്ട് പങ്കിട്ടെടുക്കുന്ന കുറെ വാല്യൂസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അമർത്യ സെൻ എന്ന ഹിസ്റ്റോറിയൻ ഒക്കെ പറയുന്നത് ഇത്തരത്തിൽ ഒരേ സമയം ആളുകൾ ജനങ്ങൾ ഒരേ സമയം വ്യത്യസ്തങ്ങളായ കാറ്റഗറിയിൽ അവരുടെ നാഷണാലിറ്റി അടിസ്ഥാനമാക്കിയിട്ട്, അവരുടെ ജോലി അടിസ്ഥാനമാക്കിയിട്ട്, റിലീജിയൻ അടിസ്ഥാനമാക്കിയിട്ട്, അവരുടെ കൾച്ചർ അടിസ്ഥാനമാക്കിയിട്ട്, ലാംഗ്വേജ് അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ഐഡിയോളജി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരേ വ്യക്തി തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വൈവിധ്യങ്ങളായിട്ടുള്ള ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാണ് അമർത്യ സെൻ ഒക്കെ പറയുന്നത്. അപ്പൊ അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ കൂടി പറയാം. നമ്മുടെ ഇന്ത്യൻ സമൂഹ പരിസ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അമ്മമാർക്ക് വലിയ പ്രാധാന്യമുള്ളതായിട്ട് കാണാം. അപ്പൊ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അമ്മ, ഒരു പെണ്ണ്, ഒരു മലയാളിയായ ക്രിസ്ത്യനായിട്ടൊരു പെണ്ണ് അവരെ കല്യാണം കഴിക്കുന്നത് ഒരു ഹിന്ദു ആണ് എങ്കിൽ, ബംഗാളിലെ ഒരു ഹിന്ദു ആണ് എങ്കിൽ, ആ ബംഗാളിൽ വളരുന്ന കുട്ടിക്ക് പക്ഷെ ഈ അമ്മയുടെ ഒരു സ്വാധീനം, അല്ലെങ്കിൽ മലയാളിയായ ക്രിസ്ത്യാനിയായ അമ്മയുടെ സ്വാധീനം അവരിൽ ഉണ്ടായതായിട്ട് കാണാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ അമ്മയാണ് എന്ത് ചെയ്യുന്നത്, ആ കുട്ടിക്ക് ഹോണസ്റ്റി പോലെയുള്ള, മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന പോലെയുള്ള, അതേപോലെ തന്നെ എല്ലാ വസ്തുക്കളിലും ദൈവികത ഉണ്ടെന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അംഗീകരിക്കുക. അപ്പൊ എല്ലാറ്റിനെയും റെസ്പെക്ട് ചെയ്യണം എന്ന ഒരു പാഠം, അതേപോലെ തന്നെ വൃത്തിയുടെ പാഠം ഇതൊക്കെ പകർന്നു കൊടുക്കുക ആ അമ്മ എന്ത് ചെയ്യും, ആ കുട്ടിക്ക് പകർന്നു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ടീച്ചേഴ്സ്, അധ്യാപകർക്കും എന്തുണ്ട് ഇത്തരത്തിൽ വലിയ ഒരു ഉത്തരവാദിത്വം ഈ തലത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ അധ്യാപകരാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യേണ്ടത്, സമൂഹത്തിലുള്ള വ്യത്യസ്തങ്ങളായ സംഘങ്ങളെ തിരിച്ചറിയാൻ, അവരെ ഏത് സംഘത്തിന്റെ ഏതൊക്കെ ഗ്രൂപ്പിന്റെ ഭാഗമാണ് അവര്, അതേപോലെ തന്നെ ഇത്തരത്തിൽ വ്യത്യസ്ത സംഘങ്ങളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ ഭാഗമാവുമ്പോൾ തന്നെ അവരൊക്കെയും ഹ്യൂമൻ വാല്യൂസ്, മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒന്നാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർക്ക് നിർബന്ധമായും സാധിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവർ ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഒരു കുട്ടി സ്കൂളിലാവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അവരുടെ കുടുംബത്തിലാവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അവരവരുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, മതവുമായി ബന്ധപ്പെട്ട് പെരുമാറുമ്പോൾ, അവരുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് പെരുമാറുമ്പോൾ, ഈ രീതിയിൽ നോക്കുമ്പോൾ അവർ വ്യത്യസ്ത ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കെ അവർ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളും അവർക്ക് എന്തൊക്കെ കടമകളും ഉണ്ടെന്ന് കുട്ടികൾക്ക് കൃത്യമായി ബോധ്യമുണ്ടാവൽ അനിവാര്യമാണ്. അപ്പൊ ഏതായാലും ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ഒരു സ്വത്തങ്ങൾ മനുഷ്യർക്കുണ്ട് എന്ന് പറയുമ്പോൾ ഈ സ്വത്തങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രഘോഷിക്കണം അല്ലെങ്കിൽ ആഘോഷിക്കണം. എങ്ങനെ, കൺസേർട്ടുകളിലൂടെയും ഡ്രാമകളിലൂടെയും ഡിബേറ്റുകളും ഡിസ്കഷനിലൂടെയും നടത്തി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തി നമുക്ക് എന്ത് ചെയ്യണം, ഈ എല്ലാ സ്വത്തങ്ങളെയും വേർതിരിവില്ലാതെ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോ ഏതായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയുക എന്ന് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കീർണമായ ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം ഒരേ വ്യക്തിക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആരാണ്, ഹൂ ആം ഐ എന്ന ക്വസ്റ്റ്യൻ മറുപടി പറയുക എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു പണിപ്പെട്ട പണിയാണ് എന്നർത്ഥം. ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ദ റിച്ച്നെസ് ഓഫ് ഇന്ത്യ. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യങ്ങളെ കുറിച്ചിട്ടും സാംസ്കാരിക സമ്പന്നതയെ കുറിച്ചിട്ടുമാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു കൾച്ചറാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, എന്താണ്, മധ്യകാലഘട്ടം മുതൽ മിഡീവൽ പീരീഡ് മുതൽ ഇന്ത്യയിൽ എന്ത് ചെയ്തു, ഒരുപാട് സാംസ്കാരിക വൈവിധ്യങ്ങൾ കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കും. നൃത്തരൂപങ്ങളിലായിക്കോട്ടെ, ഭാഷകളിലായിക്കോട്ടെ, മതങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, ജനങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, ആചാരങ്ങളിലും ആഘോഷങ്ങളിലും ആയിക്കോട്ടെ, മധ്യകാലഘട്ടത്തിൽ മുതൽ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തതകളും ഒരുപാട് വൈവിധ്യങ്ങളും നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നതായിട്ട് കാണാൻ കഴിയും.
അപ്പോ ഇന്ത്യയിലെ ആൾക്കാരുടെ മാനേഴ്സ് ഇല്ലെ, പരസ്പരമുള്ള പെരുമാറ്റത്തിന്റെ രീതി, അല്ലെങ്കിൽ സംഭാഷണത്തിന്റെ രീതി, അല്ലെങ്കിൽ ദൈനംദിന സ്വഭാവങ്ങൾ എല്ലാം എന്താണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി വർത്തിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ കാലം പുരോഗമിച്ചതോടുകൂടി നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ അതൊക്കെ ആധുനികപരമായിട്ടുള്ള ഓരോ സൗകര്യങ്ങൾ കടന്നതോടുകൂടി നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിയെങ്കിലും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളും വിശ്വാസങ്ങളും ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റമില്ലാതെ ഇന്ത്യയിലെ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ തനതായ പാരമ്പര്യത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ആധുനികത കടന്നു വന്നിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയിട്ടും നമ്മൾ നമ്മുടെ മൂല്യങ്ങൾ മാറാതെ അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്താതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ ഓരോ മാറ്റങ്ങളെയും അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സർവൈവ് ചെയ്യാനുള്ള ഒരു അസാധാരണമായ ശക്തി നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്, നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു പ്രത്യേകത അത് ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു യുണീക്കായ ഒരു ഫീച്ചർ ആയിട്ടാണ് ചരിത്രകാരന്മാരൊക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യയിൽ ഇത്രമാത്രം ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇത്രമാത്രം വൈവിധ്യം ഉണ്ടായത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിൽ ഇത്ര ഈ വിശാലമായിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ എക്സ്പാൻസ് അല്ലെ, ഭൂമിശാസ്ത്രപരമായ ഇത്രമാത്രം വിശാലമായ ഒരു ഏരിയ, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഓരോ പ്രദേശത്തുമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷനുകൾ നമുക്കറിയാം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ വേറെ ക്ലൈമറ്റ് ആണ്, സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ വേറെ ക്ലൈമറ്റ് ആണ്, നോർത്തിൽ തന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ക്ലൈമറ്റ് വീണ്ടും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ക്ലൈമറ്റിൽ പോലും വ്യത്യസ്തതകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന വ്യത്യസ്ത സിവിലൈസേഷനുകൾ, നാഗരികതകൾ, അപ്പൊ ഇതൊക്കെ കാരണമാണ് ഈ രീതിയിൽ ഒരു വൈവിധ്യമായ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി നമ്മൾ ഇന്ത്യക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ രീതിയിലുള്ള ഘടകങ്ങൾ കൊണ്ടാണ്. നമ്മുടെ വ്യത്യസ്തങ്ങളായ ക്ലൈമറ്റിലുള്ള നമ്മുടെ വ്യത്യാസങ്ങള്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന വ്യത്യസ്തങ്ങളായ നാഗരികതകള്, അതേപോലെ ഇന്ത്യയുടെ വിശാലമായ ഈ ഭൂപ്രദേശങ്ങൾ, ഇതൊക്കെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്ക് ഈ രീതിയിലുള്ള ഒരു സമ്പന്നമായ ഒരു സാംസ്കാരിക വൈവിധ്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മതങ്ങളുടെ കാര്യം പരിശോധിച്ചാൽ തന്നെ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മതങ്ങൾ ഇന്ത്യയിൽ ഉത്ഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഹിന്ദുയിസം ആയിക്കോട്ടെ, ബുദ്ധിസം, അതേപോലെ തന്നെ ജൈനിസം, സിഖിസം, ഈ പ്രധാനപ്പെട്ട 4 മതങ്ങളും ഉത്ഭവിച്ചത് ഇന്ത്യയിൽ നിന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ ഒരു മിക്സ്ചർ ഓഫ് വേരിയസ് ഇൻഫ്ലുവൻസസ് ആൻഡ് സ്റ്റൈൽസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റൈലുകളും വ്യത്യസ്ത ഘടകങ്ങളുടെ കോമ്പണൻസിന്റെ ഇൻഫ്ലുവൻസും ഉള്ള ഒന്നായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫെസ്റ്റിവലുകൾ, ഇന്ത്യയിൽ നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾക്ക് അതിൽ ചിലതിൽ നിറത്തിന്റെ പ്രത്യേകതകളുണ്ട്, ചിലതിൽ സന്തോഷം ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതുണ്ട്, ചിലതിൽ പ്രാർത്ഥനാ നിർഭരമായതാണ്, ചിലത് ചില ആചാരങ്ങളാൽ സമ്പുഷ്ടമായതായിരിക്കും. ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിലും നമുക്ക് വൈവിധ്യം കണ്ടെത്താൻ പറ്റും. മ്യൂസിക്കിന്റെ കാര്യം എടുത്താൽ തന്നെയും ഇത്തരത്തിൽ വൈവിധ്യമുള്ളതായിട്ട് കാണാൻ പറ്റും. നാടോടി പാട്ടുകള്, അതേപോലെ തന്നെ ജനകീയമായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള സംഗീതം, അതേപോലെ പോപ്പ് സംഗീതം, അതേപോലെ ക്ലാസിക്കൽ സംഗീതങ്ങളൊക്കെ ഈ രീതിയിൽ മ്യൂസിക്കിന്റെ കാര്യം എടുത്താലും ഈ രീതിയിൽ വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ഏറ്റവും ഊന്നി പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേഷൻ ആൻഡ് ഹാർമോണിയസ് ലിവിങ്, സൗഹൃദപരമായിട്ടുള്ള അല്ലെങ്കിൽ സൗഹാർദ്ദത്തോടെയുള്ള പരസ്പര സഹകരണത്തോടെയുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എന്ത് ചെയ്യുന്നത്, ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഇനി കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യത്തെ കുറിച്ച് കുറച്ചുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്, ഡീപ്പായിട്ട് ചർച്ച ചെയ്യാണ്. ഇതുവരെയുള്ള ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഏതായാലും എന്താണ് ഈ കൾച്ചറൽ, ആദ്യം ഈ കൾച്ചറൽ പ്ലൂറലിസം, സാംസ്കാരികമായ വൈവിധ്യം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ആദ്യം പറയുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് വ്യത്യസ്തങ്ങളായ കൾച്ചറുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ ഒരുമിച്ച് സഹവസിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. ഒന്ന് മറ്റൊന്നിനെ കൈയടക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനെ മേൽ അധികാരം സ്ഥാപിക്കാനോ ശ്രമിക്കുന്നില്ല. ഈ ഒരു അവസ്ഥക്ക് അപ്പൊ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ പരസ്പര ബഹുമാനത്തോടെ ഒന്ന് മറ്റൊന്നിനെ കീഴടക്കാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ ഡോമിനേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കാതെ നിലനിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ വിളിക്കുന്നത്
കൾച്ചറൽ പ്ലൂരലിസം അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യം, ബഹുസ്വരത എന്നൊക്കെ വിളിക്കുന്നത്. നമുക്കറിയാം, അപ്പൊ ഇന്ത്യയിൽ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ ഉണ്ട് എങ്കിലും അതെല്ലാം ഉപരിയായിട്ട് ഇന്ത്യക്കാർക്ക് മുഴുവനായിട്ടും ഒരു ദേശീയ കൾച്ചർ അല്ലെ, നാഷണൽ കൾച്ചർ, ഒരു കോമൺ ആയിട്ടുള്ള നാഷണൽ കൾച്ചർ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ യൂണിറ്റി അല്ലെ, നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യം, അതേപോലെ തന്നെ പബ്ലിക് വെൽഫെയർ അല്ലെ, പൊതുജനങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കുക, ഇത്തരത്തിലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഓരോ വ്യത്യസ്തതകൾ മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നു എന്നതാണ് നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള നാഷണൽ കൾച്ചറായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. അപ്പൊ ഇത് ഈ രീതിയിൽ നമ്മൾ പറഞ്ഞു, ഇപ്പൊ കൾച്ചറൽ പ്ലൂറിസത്തിനെ ഡിഫൈൻ ചെയ്തു അല്ലെ. ഒന്ന്, വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോഴും ഒന്ന് മറ്റൊന്നിനെ കീഴടക്കാതെ അല്ലെങ്കിൽ അതിനെ ഡോമിനേഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കാതെ നിലനിൽക്കുന്നതാണ് കൾച്ചറൽ പ്ലൂറിസം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള ഒരു കൾച്ചറൽ പ്ലൂറിസം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ജവഹർലാൽ നെഹ്റു നമ്മുടെ ഇന്ത്യയെ വിശേഷിപ്പിച്ചത് തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലെ, നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ ഭാഷാപരമായിട്ടുള്ള, നമ്മുടെ പ്രാദേശികപരമായിട്ടുള്ള വ്യത്യസ്തകൾ ഉണ്ടായിരിക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് നിൽക്കുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇന്ത്യയുടെ സൗന്ദര്യമായിട്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വത്തെ എന്നൊരു രീതിയിൽ അദ്ദേഹം വിശേഷിപ്പിച്ചത്, അതിനെ വിശദീകരിച്ചത്. ഇന്ത്യൻ കൾച്ചറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള കൾച്ചറാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്തിട്ടുണ്ട്, മറ്റ് സംസ്കാരങ്ങളെ കൂടി, മറ്റ് രാജ്യത്തിന്റെ സംസ്കാരത്തിനെ കൂടി ഫോസ്റ്റർ ചെയ്യുന്ന, അതിനെ കൂടി പരിപോഷിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു സമീപനമാണ് ഇന്ത്യൻ കൾച്ചർ സ്വീകരിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ കൾച്ചറിന്റെ ഈ ഒരു പ്രത്യേകതയെ കുറിച്ചിട്ട് അല്ലെ, എല്ലാ കൾച്ചറിൽ നിന്നും കടമെടുക്കാനുള്ള അല്ലെങ്കിൽ എല്ലാ കൾച്ചറിനെയും ഉൾക്കൊള്ളാൻ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചും, അതേപോലെ തന്നെ എല്ലാം കൃത്യമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ചൊക്കെ, അതിന്റെ ഇന്ത്യൻ കൾച്ചറിന്റെ ഈ പ്രത്യേകതകളെ കുറിച്ചൊക്കെ ഗാന്ധിയൊക്കെ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇന്ത്യൻ കൾച്ചറിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു കൾച്ചർ, ഒരു സംസ്കാരം രൂപപ്പെട്ടത് എന്നു മുതലായിരുന്നു പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, അത് ദ്രാവിഡിയൻ ദ്രാവിഡിയൻ കാലഘട്ടം മുതലായിരുന്നു ഇത്തരത്തിലൊരു ഇന്ത്യൻ കൾച്ചർ എന്ന സവിശേഷമായ ഒരു സംസ്കാര രൂപം ഉണ്ടായി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ശേഷം ഈ ദ്രാവിഡിയൻ കാലഘട്ടം തുടങ്ങിയ ഒരു ഇന്ത്യൻ കൾച്ചറിലേക്ക് പിന്നീട് എന്ത് ചെയ്തു, മറ്റൊരുപാട് സംസ്കാരങ്ങൾ അതിൻ്റെതായ സ്വാധീനം ചെലുത്തതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ മതങ്ങളുടെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ മതപരമായിട്ടുള്ള ഏറ്റവും വൈവിധ്യമുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇന്ത്യക്കാരായ അധിക ആളുടെ ജീവിതത്തിലും ഈ മതങ്ങൾക്ക് വലിയ സ്വാധീനം അല്ലെങ്കിൽ വലിയൊരു സ്ഥാനമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ 80% ആൾക്കാര് ഹിന്ദുയിസമാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ 13% ആൾക്കാർ ഇന്ത്യയിൽ ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 പ്രധാനപ്പെട്ട മതങ്ങളുടെ ജന്മഭൂമി കൂടിയാണ് നമ്മുടെ ഇന്ത്യ. അതോടൊപ്പം ഇന്ത്യ എന്ത് ചെയ്തു, വൈദേശിക മതങ്ങളായിട്ടുള്ള ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയെയും ജൂതായുസത്തൊക്കെ സ്വീകരിച്ചതായിട്ടും അതിനൊക്കെ ഉൾക്കൊണ്ടതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മതപരമായിട്ടുള്ള വൈവിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഒരു ഔദ്യോഗിക മതം ഇല്ലാത്ത ഒരു മതേതര രാജ്യമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഇത് തന്നെ വ്യക്തമാക്കുന്നത് ഈ രാജ്യത്തിനക്ക് എല്ലാ മതങ്ങളോടുമുള്ള തുല്യമായിട്ടുള്ള ഒരു തുല്യതയെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മോട് വിളംബരം ചെയ്യുന്നത്. നമ്മുടെ ഭരണഘടന പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ മതസ്വാതന്ത്ര്യം, എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം അനുവദിക്കുന്ന രീതിയാണ് നമ്മുടെ ഭരണഘടന പോലും സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ മതക്കാർക്കും എല്ലാ സമുദായങ്ങൾക്കും അവരുടെ മതം ആചരിക്കാനും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനും അവരുടേതായിട്ടുള്ള വ്യക്തി ജീവിതത്തിൽ അതിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനും അതേപോലെ തന്നെ ആവശ്യമാകുന്ന സമയങ്ങളിൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സപ്പോർട്ടുകൾ, പിന്തുണ നേടിയെടുക്കാനുമുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഓരോ മതങ്ങൾക്കും ഓരോ സമുദായങ്ങൾക്കും വകവെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഭാഷയുടെ കാര്യം എടുത്താലും ഈ രീതിയിലുള്ള വലിയ വൈവിധ്യം നമുക്കുള്ളതായിട്ട് കാണാം. ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ട 22 ലാംഗ്വേജുകൾ ഉണ്ട്, ഇല്ലേ?
സ്വന്തമായിട്ട് ലിപിയുള്ള 22 ലാംഗ്വേജുകളാണ് ഈ 22 ഭാഷകൾ എന്ന് പറയുന്നത്. അതിന് പുറമെ നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ, ഇന്ത്യൻ പൈസയിലെ 17 ഭാഷകൾ, അതേപോലെ അവരുടെ ഒരു എഴുത്ത് സ്ക്രിപ്റ്റ് ഒക്കെ രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഔദ്യോഗിക ഭാഷയുടെ കാര്യമാണ്. ഇനി ഇന്ത്യയിൽ സംസാരിക്കപ്പെടുന്ന മറ്റു ഉപഭാഷകൾ, ഡയലക്റ്റുകളൊക്കെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 1652 ഭാഷകൾ അല്ലെങ്കിൽ ഉപഭാഷകൾ, സംസാര ഭാഷകൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോ ഈ രീതിയിൽ വൈവിധ്യങ്ങളായിട്ടുള്ള ഒരു സംസ്കാരം, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു വ്യത്യസ്തതയുള്ള നമ്മുടെ ഈ രാജ്യത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ കൊടുത്ത ചിന്തകർ ആരൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു, അതേപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ, അതേപോലെ മഹാത്മാഗാന്ധി എന്നിവരുടെ പേരുകൾ ഏറ്റവും മുൻപന്തിയിൽ പറയപ്പെടേണ്ട, അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകം പരാമർശിക്കേണ്ട വ്യക്തികളാണ് ഈ പറയപ്പെട്ട വ്യക്തികളൊക്കെ. ടാഗോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടാഗോർ നമ്മുടെ ഇന്ത്യയുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന ഈ മഹത്തരമായ ആശയത്തെ വളരെയധികം ഉയർത്തിപ്പിടിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പ്ലൂറലിസത്തെ സപ്പോർട്ട് ചെയ്തു, അല്ലെ? നമ്മള് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു കൾച്ചറിൽ ഉണ്ടായിരിക്കെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഓട്ടോണമി, ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ സമുദായത്തിനും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ടെന്ന ഒരു വാദമായിരുന്നു അദ്ദേഹമൊക്കെ മുന്നോട്ട് വെച്ചത്. മഹാത്മാഗാന്ധി, ഇപ്പൊ പറയപ്പെട്ട മഹാത്മാഗാന്ധിയും ഇന്ത്യയിലെ മറ്റേ മതപരമായ വൈവിധ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞതായിട്ട് കാണാം. അദ്ദേഹം സ്വന്തത്തെ കുറിച്ച് പറഞ്ഞത്, ഞാൻ ഒരേ സമയം ഹിന്ദുവും ഒരേ സമയം ക്രിസ്ത്യാനിയും മുസ്ലിമും ബുദ്ധിസ്റ്റും ജൂതനുമാണെന്നാണ് അദ്ദേഹം തന്നെ കുറിച്ച് തന്നെ വിവരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ച് ഏറ്റവും വിളിച്ചു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് റിപ്പബ്ലിക് ഡേ പരേഡ്, ഇല്ലേ? നമുക്കറിയാം, ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിലൊക്കെ ഓരോ സംസ്ഥാനത്തെയും ഓരോ സമുദായങ്ങളുടെ ഓരോ പ്രസന്റേഷനുകൾ, അതിന്റെ ഒരു ചിത്രീകരണം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ പ്രകടിപ്പിക്കുന്ന, എക്സിബിറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അതൊക്കെയും നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറൽ പ്ലൂറിസത്തിന്റെ, സാംസ്കാരികമായ വൈവിധ്യത്തിനെ വിളിച്ചോതുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ദിവസത്തില്, ഈ നമ്മുടെ 1950 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ ഒരു ദിവസത്തിൽ, ഈ ഡൽഹിയിലെ റൈസിന ഹിൽ മുതൽ ആ ഒരു പരേഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മിലിറ്ററിയുടെ സ്ട്രെങ്ത്, അതേപോലെ നമ്മുടെ സംസ്കാര വൈവിധ്യമൊക്കെ കൃത്യമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്, എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ആ ഒരു ദിവസം നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു, ആദ്യം അമർ ജവാൻ ജ്യോതിക്ക് മുമ്പ് സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഉപഹാര സമർപ്പണം നടത്തുന്നു. അതിനുശേഷം വ്യത്യസ്ത സ്റ്റേറ്റുകളുടെ ഓരോ ആഘോഷങ്ങളെ, അവരുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ അവരുടെ കലാരൂപങ്ങളെയൊക്കെ കുറിച്ചുള്ള വ്യത്യസ്ത ടാബുലസ്, അല്ലെ, അതിന്റെ ഒരു പ്രതീകമായിട്ടുള്ള ചിത്രീകരണങ്ങൾ അല്ലെങ്കിൽ ഒരു നിർമ്മാണങ്ങൾ അവിടെ പ്രകടിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ജനുവരി 26 നടക്കാറുണ്ട്. അപ്പൊ ആ ഒരു പരിപാടിയിൽ നമ്മുടെ രാജ്യത്തുള്ള വ്യത്യസ്ത സ്കൂളുകളിലെ വ്യത്യസ്ത കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്ക് ഡാൻസുകൾ കളിച്ചിട്ട്, ഡ്രിൽസ് നടത്തിയിട്ട്, ദേശഭക്തി ഗാനങ്ങൾ പാടിയിട്ടൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഓരോ സെലിബ്രേഷനുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തുടനീളം സംഘടിപ്പിക്കപ്പെടുകയും നമ്മുടെ സംസ്കാരത്തെ, വൈവിധ്യപൂർണമായ സംസ്കാരത്തെ ആഘോഷിക്കാനുള്ള വേദി ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇനി കൾച്ചറൽ പ്ലൂറലിസം ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയും ഇന്ത്യൻ സമൂഹവും കൾച്ചറൽ പ്ലൂറലിസവും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഈ കൾച്ചറൽ പ്ലൂറലിസം വർക്ക് ആവുന്നത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്തുള്ള കൾച്ചറൽ പ്ലൂറലിസം അല്ലെങ്കിൽ സാംസ്കാരിക വൈവിധ്യം എന്ന് പറയുന്നത് ഏറ്റവും നന്നായി പ്രകടമാവുന്നത് നമ്മുടെ ഭരണഘടനയിലാണ്. നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യം ഒരു മതേതര, സെക്യുലർ ആയിട്ടുള്ള ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നതിലൂടെ തന്നെ നമ്മുടെ രാജ്യം എന്ത് ചെയ്യുന്നു, പ്ലൂറലിസം ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെ മൾട്ടി കൾച്ചറൽ ഡോക്യുമെന്റ്, വ്യത്യസ്തങ്ങളായ കൾച്ചറൽ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും എന്ത് ചെയ്യുന്നത്, വിശേഷിക്കപ്പെടുന്നത്. നമ്മുടെ
വ്യത്യസ്തങ്ങളായ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പോളിസീസ് നമ്മുടെ ഭരണഘടന പറഞ്ഞു വെക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പോളിസീസ്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പോളിസീസിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തെ എന്ത് ചെയ്യുന്നു, ഉയർത്തി പിടിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 350 പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളും അവരുടെ മാതൃഭാഷയിൽ സ്കൂളുകളിൽ മാതൃഭാഷയിൽ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നൊക്കെ നമ്മുടെ ഭരണഘടന പറഞ്ഞു വെക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് ഈ രീതിയിലുള്ള സൗകര്യം ഉറപ്പുവരുത്തണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 29 ക്ലോസ് 2 പരിശോധിച്ചു കഴിഞ്ഞാൽ അതില് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു വർഗത്തിന്റെ, ഗോത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ക്രിമിനേഷൻ നടത്തുക എന്നുള്ളത് നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതേപോലെ ആർട്ടിക്കിൾ 29 ക്ലോസ് 1, ആർട്ടിക്കിൾ 30 ക്ലോസ് 1 ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാന്, അതേപോലെ തന്നെ അവർക്ക് അവരുടെ താല്പര്യപ്രകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകാനൊക്കെയുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം വകവെച്ചു കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അതേപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ 8th ഷെഡ്യൂൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഭരണഘടന ഔദ്യോഗികമായിട്ട് 22 ഭാഷകളെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ ഹിന്ദി എന്നതിനെയും അതേപോലെ ഇംഗ്ലീഷ് എന്നതിനെയും നമ്മുടെ ഒഫീഷ്യൽ ഔദ്യോഗിക ഭാഷയായിട്ടും അംഗീകരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജ്യം ഒരു പ്രത്യേക മതത്തിനും ഒരു ഔദ്യോഗിക പരിവേഷം നൽകുന്നില്ല എങ്കിൽ കൂടി നമ്മുടെ രാജ്യത്തുള്ള ഓരോ മതസമൂഹങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം വകവെച്ചു കൊടുക്കുന്നതായിട്ട്, അതേപോലെ നമ്മുടെ രാജ്യം ഈ മതങ്ങൾക്കിടയിൽ ഒരു സഹിഷ്ണുതാ മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയും നമ്മുടെ രാജ്യത്തിന്റെ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ പ്ലൂറലിസത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്ത്യയുടെ ഈ ഭരണഘടനാപരമായിട്ടുള്ള മതേതരത്വം അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. നോൺ വയലൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, അതേപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മാനുഷികപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലും അതേപോലെ തന്നെ പബ്ലിക് ലൈഫിലും ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ നമ്മുടെ ഈ ഭരണഘടന നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മളെ അനുവദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റുകൾ നമ്മുടെ രാജ്യത്തിന്റെ ഈ സാംസ്കാരിക പാരമ്പര്യത്തെ വ്യത്യസ്ത അവധി ദിനങ്ങൾ ഓരോ മതക്കാരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ പരിഗണിച്ചിട്ട് കൊടുക്കുന്നതിലൂടെ, അതേപോലെ ഓരോ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഓരോ മതത്തിന്റെയും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്നതിലൂടെയും നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറൽ പ്ലൂറലിസത്തെ ആഘോഷിക്കുന്നതായിട്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഒരു സാംസ്കാരിക വൈവിധ്യത്തിൽ അടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ, ഇതിലൊക്കെയുള്ള എന്തൊക്കെ മൂല്യങ്ങളാണ് ഈ ഒരു സാംസ്കാരിക വൈവിധ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ഏതൊക്കെ മൂല്യങ്ങളാണിത് ഉൾക്കൊണ്ടിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം കമ്പാഷൻ, അതേപോലെ ഈക്വാലിറ്റി, ടോളറൻസ്, അക്സെപ്റ്റൻസ്, അപ്രീസിയേഷൻ, അതേപോലെ അഡ്ജസ്റ്റ്മെന്റ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ ഒരു വൈവിധ്യമായ സമൂഹത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂസ് ഈ പറയപ്പെട്ടതൊക്കെയാണ്. നമുക്കറിയാം നമ്മുടെ നൃത്തരൂപങ്ങളിലായിക്കോട്ടെ, സംഗീതങ്ങളിലായിക്കോട്ടെ, പാട്ടുകളിലായിക്കോട്ടെ, ഭക്ഷണത്തിലായിക്കോട്ടെ, നമ്മുടെ വസ്ത്രരീതിയിലായിക്കോട്ടെ, അതേപോലെ കരകൗശല വസ്തുക്കളിലായിക്കോട്ടെ, നമുക്ക് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ വലിയ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന, എസ്തെറ്റിക് ആയിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇന്ത്യക്കാർ നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ
സാധാരണ നടക്കാറുള്ള ഔദ്യോഗിക പരിപാടികളും അതേപോലെ അനൗദ്യോഗികമായ പരിപാടികളിലൊക്കെയും നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസുകൾക്ക് ഓരോ ഈ ഡാൻസ് പരിപാടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പാട്ട് പരിപാടികൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ളതായിട്ട് കാണാൻ പറ്റും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അർബൻ ഏരിയാസിൽ നടക്കുന്ന അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലൊക്കെ നടക്കുന്ന കല്യാണങ്ങളിൽ പോലും നമ്മുടെ ഇത്തരത്തിലുള്ള കൾച്ചറൽ ആസ്പെക്റ്റുകളെ വലിയ രീതിയിൽ കൊണ്ടാടുന്നതായിട്ട് അല്ലെങ്കിൽ അതിനെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മുടെ ഈ ഒരു വൈവിധ്യത്തെ ഉയർത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ അതിനെ ആഘോഷിക്കാൻ കുട്ടികൾക്ക് വേണമെങ്കിൽ ഡാൻസസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പരിപാടി നടത്താം. അതേപോലെ തന്നെ മറ്റ് പരസ്പരം അറിയാൻ വേണ്ടിയിട്ട് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതേഴ്സ് കൾച്ചർ എന്ന രീതിയിൽ പരിപാടി നടത്താം. ഭക്ഷണ വൈവിധ്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഫുഡ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പരിപാടികൾ നടത്താം. ഈ രീതിയിലൊക്കെ പരിപാടികൾ നടത്തി ഓരോ കുട്ടിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇന്ത്യയുടെ വ്യത്യസ്തതകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും. എന്ന് മാത്രമല്ല ഓരോ കുട്ടിയോടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ഈ വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് എന്തൊക്കെ സാമ്യതകളുണ്ട്, എന്തൊക്കെ വ്യത്യസ്തതകളുണ്ട്, ഏതൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ വ്യത്യസ്തങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ ഓരോ കുട്ടിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പ്രൊമോട്ട് ചെയ്യാൻ, അവരെ എൻകറേജ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഈ രീതിയിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോഴാണ് ഈ നമ്മുടെ വൈവിധ്യങ്ങളായ ഈ ഒരു സംസ്കാരങ്ങളിലുള്ള മൂല്യങ്ങളെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും അവർക്ക് സാധിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് ഈ ഒരു കാര്യം കൈമാറ്റം ചെയ്യുന്നില്ല, ഈ ഒരു സന്ദേശം കൈമാറുന്നതിൽ നമ്മുടെ അധ്യാപകർക്ക് വലിയതായ പങ്കുണ്ട്. അവരാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യേണ്ടത്? ഇതിലൊക്കെ ഗൈഡൻസ് കൊടുക്കുകയും അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഇത്ര പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇത്തരത്തിൽ സാംസ്കാരിക വൈവിധ്യമുള്ള ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചലഞ്ചസുകൾ, എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ നോസ്ബോം എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ വൈവിധ്യമുള്ള സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്ലാഷ് ബിറ്റ്വീൻ ദോസ് വില്ലിംഗ് ടു ലീവ് വിത്ത് ഡിഫറൻസ് ആൻഡ് ദോസ് സീക്കിംഗ് ഹോമോജനിറ്റി. ചിലപ്പോൾ കാണാം ഒരേ സ്ഥലത്ത് വ്യത്യസ്തകൾ ആഘോഷിക്കുന്ന, അതൊക്കെ ഓരോന്നിനും വ്യത്യസ്തത കണ്ടെത്താൻ, ഡിഫറൻസിനെ വളരെ സഹിഷ്ണുതാ മനോഭാവത്തോടെ നേരിടുന്ന ആളുകളും അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്ന ആളുകളും ഉണ്ടാവും. എന്നാൽ തന്റേതല്ലാത്ത ഒന്നിനെയും സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത, അംഗീകരിക്കാൻ മടിയുള്ള കുറെ ആളുകളും ഉണ്ടാവും. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ ഇവർ തമ്മിലുണ്ടാവുന്ന ഒരു ക്ലാഷിനെയാണ് നമ്മൾ വിളിക്കുന്നത് കൾച്ചറൽ കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നത്. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തും വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ മടിയുള്ള ഒരു സമൂഹത്തിനിടയിൽ ഉണ്ടാവുന്ന ക്ലാഷിനെയാണ് നമ്മൾ കൾച്ചറൽ കോൺഫ്ലിക്റ്റ്, സാംസ്കാരികപരമായിട്ടുള്ള സംഘർഷം എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നുണ്ടാവും ചിലപ്പോ വ്യത്യസ്ത കൾച്ചറൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അവയെല്ലാം നമ്മൾ എന്ത് ചെയ്യപ്പെടണം? റെക്കഗ്നൈസ്, അവയെല്ലാം അംഗീകരിക്കാൻ തയ്യാറാവുകയാണ് നമ്മൾ വേണ്ടത്. ഗുഹ എന്നവരൊക്കെ പറയുന്നത് ഇന്ത്യയെ ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ ഉണ്ടായിട്ടും ഒരുമിച്ച് നിർത്തുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കുറെ വ്യക്തികളാവാം, അതേപോലെ തന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യയെ ഒരുമിച്ച് നിർത്തുന്ന ഒരുപാട് ഘടകങ്ങൾ ഉള്ളതായിട്ട് ഗുഹ പറയുന്നുണ്ട്. ഈ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഈ വ്യക്തികൾ അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ രാജ്യത്തുള്ള വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാരാണ് എന്ന ബോധത്തിൽ നമ്മെ അടിയുറപ്പിച്ച് നിർത്തുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് പലരും പറഞ്ഞ പോലെ എന്ത് ചെയ്ത് ഇന്ത്യ കുറെ കാലമൊന്നും ഇത്തരത്തിൽ മതേതരത്വപരമായിട്ട് അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പല ആൾക്കാർ വിധിയെഴുതിയിട്ട് പോലും നമ്മുടെ ഇന്ത്യ ഇത്ര കാലവും ഈ രീതിയിൽ നല്ല രീതിയിൽ സർവൈവ് ചെയ്തത് അത്തരത്തിലുള്ള വ്യക്തികളുടെയും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ശ്രമഫലമായിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു വൈവിധ്യപൂർണമായ ഒരു സൊസൈറ്റി നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ആഗോളവൽക്കരണമാണ്, ഗ്ലോബലൈസേഷൻ ആണ്. ഇത് ഏറ്റവും വലിയൊരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഓൾറെഡി വളരെ വൈവിധ്യമായ സംസ്കാരങ്ങളുള്ള ഒരു രാജ്യത്തേക്ക് ഈ ആഗോളവൽക്കരണം വഴി എന്ത് ചെയ്യുന്നു? കൂടുതൽ കൾച്ചറുകൾ കൂടി എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നു എന്നാണ് സത്യം. അപ്പോ നമ്മുടെ ഇന്ത്യൻ ഓരോ ഭക്ഷണ രീതിക്കും, അത് ഇന്ത്യൻ സംഗീത പാരമ്പര്യത്തിനും നൃത്ത രൂപങ്ങൾക്കും ഇന്ത്യയിലെ വസ്ത്രങ്ങൾക്കും അതേപോലെ കരകൗശല വസ്തുക്കൾക്ക് വലിയ രീതിയിൽ ചെയ്യുമ്പോൾ അനുമോദനങ്ങൾ അല്ലെങ്കിൽ സ്വീകാര്യത ലഭിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ
ചില കസ്റ്റംസിന്, ആചാരങ്ങൾക്കും അതേപോലെ പാരമ്പര്യത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ ഈ ഒരു ആഗോളവൽക്കരണം എന്ത് ചെയ്യുന്നു, വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോ പക്ഷേ നമ്മൾ മറ്റു രീതിയിലും മനസ്സിലാക്കുമ്പോൾ അത് പോസിറ്റീവ് രീതിയിലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ട്രഡീഷനുകൾ, നമ്മുടെ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മാറി ചിന്തിക്കാനും കൂടി ഉള്ളൊരു അവസരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ, അതേപോലെ അവർക്ക് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊക്കെയുള്ള ഗൈഡൻസ് നമ്മൾ കൊടുത്തുകൊണ്ട് അവർക്ക് ഈ രീതിയിൽ ഇതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണമെന്നർത്ഥം. അതേപോലെ തന്നെ ഈ ഒരു ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം നമ്മുടെ ഫാഷൻ, നമ്മുടെ ഒരു ഫാഷൻ സെൻസിനെ, നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ, ഫുഡിനെ, നമ്മുടെ സിനിമകളെ, നമ്മുടെ സംഗീതത്തെ ഒക്കെ ബാധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിൽ ഹോളിവുഡാണ് ഇന്ത്യൻ ഓഡിയൻസിനെ സ്വാധീനിക്കുന്നതെങ്കിൽ നമ്മുടെ ബോളിവുഡാണ് എന്ത് ചെയ്യുന്നത്, മറ്റ് വിദേശങ്ങളിൽ എന്ത് ചെയ്യുന്നത്, കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് ജനകീയമാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ ഒരു ഇങ്ങനൊക്കെ ഈ ഗ്ലോബലൈസേഷൻ സൃഷ്ടിക്കുന്ന ഒരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് കൾച്ചറൽ പ്ലൂറാലിറ്റിയെ ഈ ഒരു ആഗോള രീതിയുമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. നമ്മള് എന്ത് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഗ്ലോബലൈസേഷനുമായി തന്നെ കടന്നു വന്നപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ തേടി പോകുമ്പോൾ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ സാംസ്കാരിക വൈവിധ്യം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക വൈവിധ്യം ഉൾക്കൊള്ളുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സാധിക്കാതെ വരുന്നു. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറൽ പ്ലൂരാലിറ്റിയെ ഈ ഗ്ലോബൽ പാറ്റേണിനോട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നമുക്ക് മാറുന്നത്. ഏതായാലും നമ്മളെ വ്യത്യസ്തതകളെ അംഗീകരിക്കുകയും അതേപോലെ തന്നെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്ന വലിയ വലിയ പുരോഗതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ പോലുള്ള ഏറ്റവും വലിയൊരു ഒരു സാംസ്കാരികമായ വൈവിധ്യമുള്ള രാജ്യത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒന്ന് ശരിയാണ് മറ്റേ തെറ്റാണെന്ന രീതിയിൽ വിധിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് പറ്റാത്ത സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങളെ കുറിച്ച് ജഡ്ജ്മെന്റൽ ആവാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സംസ്കാരങ്ങളെയും എന്ത് ചെയ്യപ്പെടണം, ഒരേ തുല്യമായിട്ട് നമ്മൾ ആദരിക്കണം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാണ് ഏറ്റവും അവസാനം പറഞ്ഞു വെക്കാനുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇനി ഈ ഒരു സാംസ്കാരിക വൈവിധ്യത്തെ ആഘോഷിക്കാനും ഉൾക്കൊള്ളാനും നമ്മൾ കുട്ടികളെ പ്രാപ്തമാക്കണം. നമ്മൾ വളർന്നു വരുന്ന തലമുറയെ ഏതൊക്കെ രീതിയിൽ പ്രാപ്തമാക്കാം. നമുക്കറിയാം, ഈ കുട്ടികൾക്ക് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് അല്ലെങ്കിൽ സാംസ്കാരിക വൈവിധ്യത്തെ കുറിച്ച് പഠിക്കാൻ നമുക്ക് കുറെ പ്രവർത്തനം നൽകാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവരോട് പറയാം, ഇല്ല, റിപ്പബ്ലിക് ഡേ സെലിബ്രേഷന്റെ പരിപാടി TV ചാനലിലൊക്കെ വരുന്നുണ്ട്, ദൂരദർശൻ ൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ വ്യത്യസ്ത മീഡിയാസ് ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റിലൊക്കെ സജീവമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഏതായാലും ഈ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഒക്കെ എന്ത് ചെയ്യാം, TV കാണാനും എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും 3 പ്രത്യേക ഫീച്ചേഴ്സ് അതിൽ നോട്ട് ചെയ്യാനും പറയാം അവരോട്. അത് ആ ഒരു രീതിയിൽ നോക്കി അത് അങ്ങനെ അവർക്ക് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്കാരങ്ങളെ കുറിച്ച് ആ ഒരു ടാബ്ലോസ് ഒക്കെ നോക്കി അവർക്ക് ടാബ്ലോയിഡുകളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അവരോട് പറയാ, ഈ ഒരു പരിപാടി വീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, വ്യത്യസ്ത കോസ്റ്റ്യൂംസ് ശ്രദ്ധിക്കാനും അവർ അതിൽ ആലപിക്കപ്പെടുന്ന വ്യത്യസ്ത പാട്ടുകൾ ശ്രദ്ധിക്കാനും അതേപോലെ വ്യത്യസ്ത ടാബ്ലോയിഡുകൾ ഉള്ളത് നിരീക്ഷിക്കാനൊക്കെ അവരോട് ഒരു ടാസ്ക് നൽകി കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികൾക്ക് കൾച്ചറൽ ഹെറിറ്റേജിനെ എന്ത് ചെയ്യാൻ പറ്റുന്ന, പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പരിപാടികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്ലാൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. അപ്പൊ അതില് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരില് നമ്മൾ പരിപാടി നിശ്ചയിച്ചിട്ട് ഏതൊക്കെ രീതിയിലുള്ള കൾച്ചറൽ ഫീച്ചേഴ്സ് ആണ് അവരിതിൽ കൊണ്ടുവരേണ്ടത്, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്രയായിരിക്കും, അതിന് എത്രമാത്രം ടൈം വേണ്ടി വരും, എന്നാണ് പ്രസന്റേഷൻ ചെയ്യേണ്ടത്, ഏത് രീതിയിലായിരിക്കും അതിനെ വിലയിരുത്തുക എന്നൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് കുട്ടികളിൽ ഈ വൈവിധ്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ അവർക്ക് നൽകാൻ പറ്റിയ ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് എന്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. വ്യത്യസ്തങ്ങളായ കൾച്ചറിനെ ആചാരങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണ് അൺഇമ്പോർട്ടന്റ് എന്ന് കുട്ടികളോട്
വേർതിരിക്കാൻ ഐഡന്റിഫൈ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുക. എന്നിട്ട് അവരോട് എന്തുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ അൺഇമ്പോർട്ടന്റ് ആയ രീതിയിൽ അത് തെരഞ്ഞെടുത്താനുള്ള കാരണം അവരോട് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുക. അതേപോലെ തന്നെ ഒരു 8-10 ആൾക്കാരെ ഇന്റർവ്യൂ നടത്തിയിട്ട് ഏതൊക്കെ കസ്റ്റംസ് അതേപോലെ ട്രഡീഷൻസ് ആണ് അവരുടെ ഭാഗത്തുള്ള അവർക്കൊക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് ടാസ്ക് കൊടുക്കാം. ഈ രീതിയിൽ കുട്ടികളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യസ്ത ടാസ്ക് കൊടുത്തിട്ട് ഈ വൈവിധ്യങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അവിടെ കുറച്ച് ഇങ്ങനെ ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. അവരോട് എന്ത് കുട്ടികളോട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കൾച്ചറൽ കോമ്പോസിഷനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറയാം. അതേപോലെ തന്നെ ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നിന്നിട്ട് ഓരോ കുട്ടികളും അവർ വരുന്ന അവരുടെ കഥകൾ ലൈഫ് സ്റ്റോറീസ് പറയാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.